നമസ്കാരം. നിയമപ്രകാരമുള്ളൊരു മുന്നറിയിപ്പ് എല്ലാ വീഡിയോയിലും ഞാനത് പറയും. പ്രായപൂർത്തിയായവർ മാത്രം കാണുക, കേൾക്കുക. അതേപോലെ സദാചാര കുലസ്ത്രീകളും കമ്മിറ്റിക്കാരും, അതേപോലെ കേരളത്തിനൊരു സംസ്കാരം ഉണ്ടായിരുന്നു, അത് നശിപ്പിച്ചെന്നവരെ മൂക്കത്ത് വിരൽ വെക്കാൻ സാധ്യതയുള്ള ആൾക്കാരും ഉടനെ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഇത് അമ്മായിയമ്മയും മരുമോനും കൂടി കളിച്ചാണ്. ചിലപ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടാകും, ചിലപ്പോൾ നിങ്ങളിത് ചെയ്തിട്ടുണ്ടാകിയത് സദാചാരക്കാർ. അങ്ങനെയുള്ളവരൊക്കെ ഇതിൽ നിന്ന് ഒഴിവായി പോകണം, സ്കിപ്പ് ചെയ്തോ. സാധാരണ ഈ അമ്മായിയമ്മ മരുമകൻ കളി അനവധി വീടുകളിൽ നടക്കുന്നുണ്ട്. അതായത് ചില വീടുകളിൽ അമ്മായിയമ്മയും മരുമകളും മകളും വലിയ പ്രായ വ്യത്യാസം തോന്നിക്കില്ല. ചില അമ്മായിമാരുടെ ശരീരപ്രകൃതി, പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ പ്രസവിച്ച കുട്ടിയാണ് ഈ പെണ്ണ് എങ്കിൽ ഇവർ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഉണ്ടാവില്ല. ഒരു 40-ൻ്റെ അടുത്തൊക്കെ തള്ളൊക്കെ ഉണ്ടാവുള്ളൂ. 40 ഇപ്പോൾ ഒരു പ്രായമല്ല. ഇപ്പം അമ്മായിമ്മയും മരുമോനും എപ്പോഴും ഒരു ബോർഡർ ലൈനിലാണ് സെക്സിൻ്റെ കാര്യത്തിൽ. ഏത് നിമിഷം ഇവർ സ്പാർക്കാവും. പ്രത്യേകിച്ച് ഭർത്താവില്ലാത്ത അമ്മായിയമ്മയാണെങ്കിൽ ചാൻസ് കൂടും. അതേപോലെ ഭർത്താവ് വിദേശത്ത് എവിടെയെങ്കിലും ആണെങ്കിലും ചാൻസ് കൂടും. ഇപ്പം ഈ അമ്മായിയമ്മമാർ മരുമക്കളെ നല്ലോണം ശ്രദ്ധിക്കും. ഇപ്പം ഇവൻ അവൻ്റെ വീട്ടിൽ കൂതറാണെങ്കിലും ഇവിടെ വരുമ്പോൾ മരുമകളെ ഭാര്യനെ നല്ലോണം കെയർ ചെയ്യുക. അത് മേടിച്ച് കൊടുക്കണം, ഇത് മേടിച്ച് കൊടുക്കണം, തോളത്തെ കൈയിടണം, ഒരു മിനിറ്റ് കിട്ടിയ ഉമ്മൻ കൊടുക്കണം. ഇതൊക്കെ കാണുമ്പോൾ തള്ള, ഇത്ര നല്ല മരുമകൻ, ഇവന് സ്ത്രീകളെ ലാളിക്കാൻ അറിയാം, ഒരു അട്രാക്ഷൻ വരും. ഇത് അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയല്ല. വിവാഹം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് ഒരു ഭാര്യയും ഭർത്താവും വേണം, അവർക്ക് മക്കളുണ്ടാവണം, അങ്ങനെയൊക്കെയല്ല. അപ്പോൾ ഒരു അമ്മ അച്ഛനും എക്സ്ട്രാ വരികയാണ്. ഒരിക്കലും അത് അമ്മയല്ല. അത് അമ്മായിയമ്മ ഒരിക്കലും അമ്മയല്ല. ബയോളജിക്കലായിട്ട് നല്ല നിറഞ്ഞ് നിൽക്കണ ഒരു സ്ത്രീ മാത്രം ഇവൻ്റെ മുമ്പിൽ. ഈ വീഡിയോ കാണുന്ന മിക്ക ചെറുപ്പക്കാരോട്, കല്യാണം കഴിച്ചവരോട് ഞാനൊരു രഹസ്യമായിട്ടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ അമ്മായിയമ്മ നല്ല ലുക്കുള്ളൊരു സംഭവമാണെങ്കിൽ ചെറിയൊരു അട്രാക്ഷൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവൂലേ? ചിലർക്ക് ഉണ്ടാവില്ല. എല്ലാവരും അടച്ചു പറയാൻ ഞാൻ ഇതിൻ്റെ അന്താരാഷ്ട്ര കോൺട്രാക്റ്റൊന്നും ഏറ്റെടുത്തിട്ടില്ല. സാധ്യതയുണ്ട്, എല്ലാ മിക്കവർക്കും അമ്മായിയമ്മക്ക് ഇങ്ങോട്ടും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ബയോളജിക്കലായിട്ട് ഒരു സ്ത്രീയും പുരുഷനും. പിന്നെ സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിക്കും. പിന്നെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കുള്ളൂ. ചിലപ്പോൾ അമ്മായിയമ്മൻ്റെ സാമാനത്തിൽ ഇവൻ്റെ ശുക്രം വീഴണമെന്നൊരു വിധി ഉണ്ടെങ്കിൽ അതെങ്ങനെയും നടന്നിരിക്കും. അപ്പോൾ ഇത് മകളുടെ പ്രസവം വന്നപ്പോൾ മകളെ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ മകളൊക്കെ ഗൾഫിൽ ജോലിയാണ്, രണ്ടാളും ഇവിടെ. ഇപ്പോൾ ഇവളുടെ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറച്ച് കെയർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലീവ് എടുത്തേക്കാം. അപ്പോൾ ഇവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടേ പോവുള്ളൂ. ചിലപ്പോൾ ആ ജോലി വിട്ട് വേറെ ജോലിയിൽ കയറാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇവർ പഠിച്ചേക്കണ ഇത് വെച്ചിട്ട് ഇവർക്ക് എപ്പോഴും ജോലി, നല്ല ടോപ്പ് സാലറിയൊക്കെ കിട്ടും. അങ്ങനെ വന്ന് പെണ്ണിൻ്റെ വീട്ടിലാണ് ഇവർ വന്ന് നിൽക്കണത്. കാരണം പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്താണ് ടൗൺ, അവിടെയാണ് ഇവളെ കാണിക്കണ ഹോസ്പിറ്റലുള്ളത്. ചെക്കൻ്റെ വീട് കുറച്ച് ഉള്ളിലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ അഡ്മിറ്റ് ആകേണ്ടി വരും, എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 7-8 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവൻ്റെ അമ്മ വന്നു. അപ്പോൾ ടേൺ അനുസരിച്ചാണ് ആസ്പത്രിയിൽ നിൽക്കുക. ഒരു ദിവസം ഇവൻ്റെ അമ്മ നിന്ന് പിറ്റേ ദിവസം ഇവളുടെ അമ്മ നിൽക്കും. അപ്പോൾ ഇവൻ്റെ അമ്മ ചിലപ്പോൾ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകും. അത് വലിയ ദൂരമൊന്നുമല്ല, അങ്ങനെ ടേൺ അനുസരിച്ചാണ്. അപ്പോൾ ഇവൻ ഇവിടെ നിൽക്കുക. കാരണം എന്ത് എമർജൻസി വന്നാലും ഹോസ്പിറ്റലിൽ ഓടിച്ചെല്ലാനും ഒരാൾ വേണ്ടേ. ഫുൾ ടൈം അവൻ ആസ്പത്രിയിൽ നിൽക്കാറില്ല, തള്ളമാരാരെങ്കിലും ഒരാൾ നിൽക്കും. അങ്ങനെ ഈ തള്ളക്ക് ഇച്ചിരി കടി കൂടുതലാണ്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത്
2 ദിവസം കൊണ്ടൊക്കെ വരും. അപ്പോൾ അമ്മായിയമ്മ മരുവാനോട് ഇങ്ങനെ കുശലങ്ങൾ പറയാം. കുശലങ്ങൾ പറയുമ്പോൾ തള്ള പറഞ്ഞു, അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാലും കരുതണം കേട്ടോ, നീ അങ്ങനെ ഒന്നും ചെയ്യരുത് അവളെ പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു അവൾക്ക് തീരെ താല്പര്യമില്ല ഈ കാര്യത്തിന്, എങ്ങനെയോ ഗർഭം ഉണ്ടായതാ, അവൾക്ക് സെക്സിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ ഇത്രയും വയറും ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ അവളെ ചെയ്യണം, ഞാൻ പിന്നെ എന്താ കാട്ടുക, സഹിച്ച് നിൽക്കുക എന്നൊക്കെ പറയും. അപ്പം തള്ള പെട്ടെന്ന് പറഞ്ഞു അവൾക്ക് അച്ഛൻ്റെ ഇതാണ് കിട്ടിയേക്കണമെന്ന്. അപ്പോൾ രണ്ടർത്ഥമാണ് അതിന്. തന്ത പരിപാടിക്ക് ത്രില്ലില്ലാത്ത ആളാണെന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ആളാണ്. പിന്നത്തെ അർത്ഥം എന്താ, എനിക്കിതൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണെന്നുള്ളൊരു ഇൻഡയറക്റ്റ് സൂചനയാണ് തള്ള ഇവന് കൊടുത്തത്. ഇവനതിനെപ്പറ്റി ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഇവൻ്റെ അമ്മേൻ്റെ ടേണാണ്. അപ്പോൾ രാത്രി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നല്ല മഴയും വൈബൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ, ഇവൾക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തും. ഇങ്ങോട്ട് ഒരു സഹകരണമില്ല. അങ്ങനെ എങ്ങനെ ഞാൻ കൂട്ടിങ്ങി ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ പൈസ കൊടുത്താലൊക്കെ പോകാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മളെ കുടുംബ ബന്ധത്തിനോർത്ത് ഞാൻ പോയിട്ടില്ല ഇതുവരെ. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് ഇവനൊന്നൊരു ചൂണ്ടിട്ട് കൊടുത്താൽ ചൂണ്ടയിൽ തള്ള കൊത്തി. അപ്പോൾ രാത്രി നല്ല മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തള്ള പറഞ്ഞ് കുറച്ച് ബിസ്കി ഇരിക്കുന്നുണ്ട്, വേറെ കുറച്ച് എടുക്കട്ടെ വെച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കണ മുമ്പ് ലേശം കഴിച്ചാലോ ഇല്ല. ആയിക്കോട്ടെ, നല്ല മഴയൊക്കെ അല്ലേ, ലേശം കഴിക്കാതെ. ഹോസ്പിറ്റലിൽ അത്ര വലിയ സീരിയസ് ഒന്നുമല്ല, അങ്ങനെ പെട്ടെന്ന് വിളി വരെയൊന്നുമില്ല രാത്രി. അവിടെ എന്തൊക്കെ ഒരു പ്രൊസീജിയർ ചെയ്ത് ഡിസ്ചാർജ് 2 ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണം. ഇവർ വിസ്കി കഴിച്ച് തള്ള റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോൾ തള്ള എക്സിബിഷൻ തുടങ്ങി. തള്ള ബട്ടൺ ഐസ്. ഈ പെണ്ണുങ്ങൾക്കുള്ളൊരു ഒറ്റ കുഴപ്പം ഇതാ, ആണുങ്ങളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ വിദ്യയും ഇവർക്ക് അറിയും. അപ്പോൾ തള്ളയുടെ ഷഡ്ഡി കാണിക്കണമെന്ന് തള്ളക്ക് തോന്നി. തള്ള വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാക്സി ഇട്ട് അടുത്ത് വന്ന് ടച്ചിങ്സൊക്കെ എടുത്ത് തിന്നുമ്പോൾ മേല് കൈ ടച്ച് ചെയ്യണം. തള്ള മുൻകൈ എടുക്കണം, കാരണം മരുമകൻ മോളെ വിട്ട് പോകരുത്. എന്താ പറയുക, പശുവിൻ്റെ കടി മാറും കാക്കൻ്റെ വിശപ്പ് മാറും എന്നുള്ള അതിബുദ്ധിയാണ് ഈ തള്ള എടുക്കണത്. അങ്ങനെ തള്ള മേല് തൊട്ടി ഉരുമ്പി നടക്കലും ഓരോ സാധനങ്ങൾ എടുത്ത് വരുമ്പോഴൊക്കെ ഏതായാലും ഇവർ തോളത്ത് കൈയിടല് തുടങ്ങി. പിന്നെ മരുമൻ അമ്മയെന്നല്ല വിളിക്കണേ, മോളെ എന്നൊക്കെ വിളിക്കൽ തുടങ്ങി. കുറേയൊക്കെ അഭിനയമാണ്, കാരണം അതിന് വേണ്ടൊന്നും അവരടിച്ചിട്ടില്ല. ഒരു മാറാല മാറാൻ വേണ്ടി. അപ്പോൾ ഇവർ പിന്നെ സോഫയിൽ പോയിരുന്ന് ടീപ്പോയിമേൽ ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്. തോളത്ത് കൈയിട്ട് കിസ് തുടങ്ങി. പിന്നെ ആ രാത്രി ആ വീട്ടിൽ ഒരു മനുഷ്യനും വരില്ല. ഇവരവിടെ നിന്ന് ഇവൻ്റെ ഈ തള്ളൻ്റെ മാക്സി ഊരി മുലകളെയൊക്കെ സ്വതന്ത്രമാക്കി ഇവൻ കുടി തുടങ്ങി. അപ്പോൾ ഇവനും അടക്കി വെച്ചേക്കാനുള്ള ആഗ്രഹങ്ങൾ, കാരണം ഇവളൊന്നും ചെയ്യാൻ ഇവളയക്കൂല, വേണമെങ്കിൽ ഒന്ന് കയറ്റിക്കോ, അത്രേ ഉള്ളൂ. ഇവൾക്ക് ഒരു ത്രില്ലുമില്ല. എന്താണ് കാര്യമെന്ന് പിന്നെയാണ് മനസ്സിലായി. തന്തേൻ്റെ സ്വഭാവം, തന്ത തണുപ്പണ, തള്ളാണെങ്കിൽ പേരും ചൂടാ. തള്ളനെ സോഫമ്മേൻ്റെ ഹാൻഡ് റെസ്റ്റിൽ കയറ്റി ഇരുത്തിട്ട് സദ്യാണ്ട് ഊരി നക്കി കൊടുക്കലും. തള്ളക്ക് ഭ്രാന്തായി. തള്ളയും ഇതേപോലെ അടക്കി പിടിച്ച് നിൽക്കുകയല്ല. പിന്നെ അവിടെ ഒരു യുദ്ധം വരുന്നു. കുളിമുറിക്ക് മേക്കഡായിട്ട് തന്നെ ഒരു അല്ല ബെഡ്റൂമിൽ പോയി അവിടെ നിന്ന് കളിച്ച് മതി വരുവോളം കളിച്ച് ഒപ്പം പോയി കുളിച്ച് നേരം വെളുക്കോളം ഇവർ കളിച്ച്. പിന്നുണ്ട് ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസ്കത, ഒരു കോണോത്തൽ അസുഖം, കുറ്റബോധം. ഈ കുറ്റബോധ കേസാണ് എൻ്റെ അടുത്ത് വരിക. ഞാൻ വലിയ സൈക്കോളജിസ്റ്റ് ആയിട്ടൊന്നുമല്ല. ഇങ്ങനത്തെ കേസുകളൊക്കെ എന്നോട് കൺസൾട്ട് ചെയ്യും ചില ആൾക്കാർ. അങ്ങനെ ചെക്കനാണ് എന്നോട് ഇത് കൺസൾട്ട് ചെയ്തത്. കുറ്റബോധം. തള്ളക്കാണ് പ്രശ്നം, തള്ളക്ക് ജീവിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനോട് പറഞ്ഞ് മോളെ വഞ്ചിച്ച്. അപ്പോൾ ഇവന് സംശയം, ഇവനും പറയും എൻ്റെ ഭാര്യനെ വഞ്ചിച്ച്. കുറ്റബോധം. ഞാനിവനോട് പറഞ്ഞേട്ടാ ചേറ്റേ, ആ കളിച്ച നിമിഷങ്ങൾ നല്ല മധുരസ്മരണകളാക്കി മാറ്റി.
ഇനി കിട്ടിയാലും സേഫായിട്ടുള്ള സമയമാണെങ്കിൽ അടിക്ക് രണ്ടോളം ആറുമാതിച്ച് കളിക്ക്. അല്ലാതെ ഇപ്പം നിന്നെ അവർ വഞ്ചിച്ചില്ലേ, വഞ്ചിച്ചതല്ല, അവൾക്ക് സെക്സിൽ താല്പര്യമില്ല, നിനക്ക് താല്പര്യമുണ്ട്. അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടി നീ ജീവിതകാലം മുഴുവൻ ബാണം അടിച്ച് മരിക്കുക. എപ്പോഴെങ്കിലും ഒന്ന് വെക്കാൻ തന്നാൽ അത് നിനക്ക് പോരല്ല. ചതിന്ന് തന്നെ പറയാൻ പറ്റില്ല. ഒരു പെണ്ണിനെ കളിച്ച് നോക്കിയിട്ടല്ലല്ലോ കെട്ടണത്. അപ്പം അത് ചതിയല്ല. ഒരു കല്യാണം കഴിച്ച നിനക്ക് കിട്ടിയ മുതലതാ. അവളുടെ അമ്മേൻ്റെ കാര്യം നോക്കിയേ. ഈ മോളുടെ അതേ സ്വഭാവമാണ് തന്തക്ക്. ഭാര്യക്ക് അടിച്ചു കൊടുക്കണ്ട. അതവർ നിന്നോട് ഡയറക്റ്റ് പറഞ്ഞില്ലേ. അച്ഛൻ്റെ സ്വഭാവമാണ് മോൾക്ക് തണുപ്പാണെന്ന്. അപ്പോൾ അമ്മായിമ്മ മരുമോനും ഹോട്ടാ. നിങ്ങൾ കളിക്കണം. കുറ്റബോധം, ഓണത്തിലെ കുറ്റബോധം, തേങ്ങാക്കോലെ. ഇതെന്ന് തുടങ്ങേണ്ടിയിരുന്നു നിങ്ങളിത് കുറേ മുന്നേ തുടങ്ങേണ്ടിയിരുന്നു. മനുഷ്യൻ മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. അമ്മയല്ലല്ലോ. ഇതൊരു പെണ്ണിനെ നീ കെട്ടി, അതിൻ്റെ ഒരു അമ്മ, ബയോളജിക്കലായിട്ട് അമ്മ. അതുപോലെ നിനക്ക് ബയോളജിക്കലായിട്ട് ഇവരൊരു സ്ത്രീ മാത്രം. മിക്കവന്മാരും അമ്മായിമ്മനെ പൂശിയിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. പിന്നെ ഇതേപോലെ കോണത്തിലെ കുറ്റബോധം തലയിലേറ്റ് നടക്കണം. ഒരു കുറ്റവും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളെന്താ നമ്മുടെ രാജ്യത്തിനെ ഒറ്റിക്കൊടുത്ത ദേശദ്രോഹ, കുടുംബദ്രോഹ. എങ്ങനെ അവർക്ക് നല്ല അടി കിട്ടാഞ്ഞിട്ടുള്ള കുഴപ്പമില്ല. നീ അടിച്ച് കൊടുത്തില്ലേ, അവർക്ക് എത്ര വട്ടം വെള്ളം വരുത്തി കൊടുത്തു നീ. അത് നീ ചെയ്യണ ഒരു പുണ്യപ്രവൃത്തിയാണ്. ഫാസ്റ്റ് ദിവസം ഇവനൊരു പ്രാവശ്യം വരുമ്പോൾ തള്ളക്ക് 3 വട്ടം വന്നു. ഇവൻ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ ഇതൊക്കെ ചുക്കി ചുഴിഞ്ഞാൽ അറിയും. കാരണം എന്താണെന്നറിയാം, എനിക്കതൊക്കെ അത്രയില്ല. 3 വട്ടം തള്ളക്ക് വെള്ളം പൊട്ടി. അതിനു മുമ്പ് ഒരിക്കൽ പോലും സ്വന്തം ഭർത്താവുകൾ കളിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും വെള്ളം പൊട്ടിയിട്ടില്ല തള്ളക്ക്. അത് കഴിഞ്ഞ് ടെസ്റ്റ് എങ്ങനെയാണെന്നറിയാം. ലാസ്റ്റ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർക്ക് പോകണം. ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പോകണം. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും വർക്ക് അറേഞ്ച്മെൻറ്റിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റും. കൂടുതൽ നൈറ്റില്ലാണ്ടൊക്കെ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നാളും കൂടി ഇവൾ ഡേ ഷിഫ്റ്റ് എടുക്കും, ഇവൻ നൈറ്റിന് പോകും. അപ്പോൾ എപ്പോഴും കുട്ടീൻ്റെ അടുത്ത് ആളുണ്ടാവും. അങ്ങനെ വർക്ക് അറേഞ്ച്മെൻറ്റിലൊക്കെ ആയിക്കഴിഞ്ഞ് കുട്ടി കുറച്ചും കൂടി ആയപ്പോൾ ഇവൻ തന്നെ പറഞ്ഞേ, അമ്മനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ, എന്നാൽ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ശരിയാണ്. അപ്പോൾ ഇവള് പകൽ മാത്രം ഡ്യൂട്ടി എടുക്കാനാണ് താല്പര്യപ്പെടണം. കാരണം ചെറിയ കുഞ്ഞല്ലേ, രാത്രി ഇവിടെ വേണ്ടേ. പകൽ മുഴുവൻ ഇവൻ കുട്ടീനെ നോക്കണം. ഇവള് ഡ്യൂട്ടിക്ക് പോകില്ലേ. അമ്മ വന്നാൽ ഇവൻ ഫ്രീ ആയി. നെയ്യപ്പം തിന്നാൽ 2 കാര്യമെന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ബുദ്ധിയൊക്കെ കളിക്കണം. ഇവനിങ്ങനെ സൂചിപ്പിച്ചപ്പോൾ എന്നാൽ അമ്മനെ കൊണ്ടുവരാറേ. അച്ഛനെ വിളിച്ച് നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞ് കൊണ്ടുപോയിക്കോ, ഒരു കുഴപ്പമില്ല, അമ്മ അവിടേക്കൊന്ന് കണ്ടോട്ടെ, കുറച്ച് ആളൊക്കെ അവിടെ നിന്നോട്ടെ. അവളനെ കൊണ്ടുവന്ന് ഇവർ ഓപ്പണിങ് സെറിമണിയൊക്കെ കഴിഞ്ഞ ആൾക്കാരൊന്നും ആർക്കും അറിയില്ല. മോൾക്കൊരാശ്വാസമാണ്. അവൾക്ക് ഇവൻ ചെല്ലണതേ ഇഷ്ടമല്ല. പകൽ ഇവൻ എന്തെങ്കിലുമൊക്കെ പറയും ലീവാക്കും, അല്ലെങ്കിൽ ഇവൻ്റെ വർക്ക് വീട്ടിൽ നിന്ന് നടക്കും. പിന്നെ ഇവന് അല്ലെങ്കിൽ ഇവന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരുന്ന അത്ര അടുത്താണ് അവൻ്റെ വർക്കിംഗ് പ്ലേസ്. തള്ളനെ പൂതി മാറുവെള്ളം അടിച്ചു കൊടുക്കും ഇവൻ. ഇവളുടെ അടുത്ത് പോകില്ല. അപ്പോൾ ഇവളുടെ തലയിലൊക്കെ തല്ലിടും. മോളെ എനിക്ക് പ്രശ്നമല്ല കേട്ടോ, എനിക്ക് തരണില്ല എന്ന് കരുതി മോളൊന്നും വിചാരിക്കണ്ട, എനിക്ക് നീയും കുഞ്ഞാണ് വലുത്, എൻ്റെ ജീവനാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ശുദ്ധ അഭിനയം. അഭിനയിക്കണം ലൈഫിൽ, കുറേയൊക്കെ അഭിനയം വേണം. അതാണ് ജീവിതം. അല്ലാണ്ട് ശുദ്ധനാണ് ഞാൻ, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഊരവേദനയാണ്, അവൾക്ക് കളിക്കാൻ താല്പര്യമില്ല, ഞാൻ സഹിച്ച് ജീവിച്ചോളാം. ഇപ്പോഴത്തെ കാലത്തൊന്നും അത് പ്രാക്ടിക്കലല്ല. ആ തള്ള ഉണ്ടായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ചിലവിടുത്തെ തള്ളവർക്ക് വല്ല വയസ്സൊക്കെ 40 സെയിം സിറ്റുവേഷൻ ഉണ്ട്. തള്ള നിറച്ച് സ്ത്രീധനം മേടിച്ച് കെട്ടുകയും ചെയ്യും. അങ്ങനത്തെ അവന്മാരാണ് കള്ളവെടി, ബസ്സിൽ കയറുമ്പോൾ പെണ്ണുങ്ങളുടെ മറ്റേ കൈയിടുക, കള്ളവെടിക്ക് പൈസ കൊടുത്ത് പോവുക. കാരണം ഇപ്പം ട്രാപ്പിൽ പെട്ടില്ലേ, നല്ല കനത്ത സംഖ്യ സ്വർണം വാങ്ങി കെട്ടി അവൾക്ക് ഊരവേദനയായാലും എന്തായാലും സഹിക്കല്ലാണ്ട് രക്ഷയില്ല. പണ്ടൊരു വനിതാ കമ്മീഷൻ്റെ ഇവർ പറഞ്ഞാൽ മതി, അനുഭവിച്ചോട്ടാന്ന് പറഞ്ഞില്ലേ. ഇങ്ങനത്തെ അമ്മായിയമ്മമാരൊക്കെ ഉള്ള വീടാണെങ്കിൽ വളരെ സന്തോഷം. 2 കാര്യത്തിലാണ്.
അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. അതൊന്ന്. അമ്മായിയമ്മ തിരക്കാണെങ്കിൽ ജീവിതവും പരമാനന്ദം. അത് ഞാൻ കൂട്ടിച്ചേർക്കാം. തമാശല്ല, ചൂസ് വെൽ. അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ കളിക്കാൻ ചാൻസ് കിട്ടിയാൽ കൊടുത്തോ. ഞാൻ പറഞ്ഞിട്ട് കാര്യം പോയി അടി ഉണ്ടാക്കല്, തല്ല് മേടിക്കരുത്. രണ്ടാളും വില്ലിങ് ആയിരിക്കണം. അല്ലാണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മായിയമ്മനെ കയറി പിടിച്ച് എവിടെ നിന്നെങ്കിലും അടി കിട്ടിയാൽ ഞാനിതിലാളല്ല കേട്ടോ. ഞാൻ പിഴപ്പിക്കാനല്ല, ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ ഈ പറഞ്ഞത്. വില്ലിങ് ആണോ? കാരണം പുറംപടി ഇപ്പം റിസ്ക്കാണ്, ആരും എടുക്കില്ല. ഈ അമ്മായിയമ്മക്ക് വേണമെങ്കിൽ പുറത്തൊരാളെ കയറ്റി കളിപ്പിക്കാം, പക്ഷേ കുടുംബം കുറുമാടായി പോവും. ഏതെങ്കിലും ഒരു സെൻറ്റി കണ്ട അപ്പം മൊബൈലിൽ പിടിക്കും, മതിൽ ചാടണതും പോണതും. അതോടുകൂടി സീത്ത പേരുമായും ഭർത്താവ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും വിദേശത്തുനിന്ന്. വിവാഹമോചനം. ഇവള് വീട്ടിൽ കൊണ്ടുപോയാക്കിയാൽ കഴിഞ്ഞ്. അവൾ കള്ളവെടിക്ക് കൊടുത്തിട്ട് അവളെ കെട്ടിയാൻ ഉപേക്ഷിച്ച പെണ്ണ്. റിസ്ക് എടുക്കില്ല ആരും. പുറത്തൊരു മനുഷ്യന് ഇപ്പോൾ പെണ്ണുങ്ങൾ സാമാനം വിടർത്തി കൊടുക്കണില്ല, കളിക്കണില്ല. ഹൈ റിസ്ക്കാണ്. പിന്നെ പണക്കാർ ചെയ്യുന്നുണ്ട്. അവർ കാറിൽ കയറ്റി അതിലേ കൊണ്ടുവരണം, ഇവിടെ കൊണ്ട് അടിച്ചാൽ ഇവിടുത്തെ ഒരു സദാചാര പുങ്കവന്മാർ മുണ്ടൂല, മലവാണങ്ങളും മുണ്ടൂല. ഈ സാധാരണക്കാർ കള്ള വെച്ചാലാണ് ഇവർ നെഞ്ഞത്ത് ഇടിച്ച് നിലവിളിക്കൽ. പണക്കാരൊക്കെ ഇപ്പോഴും കള്ളവടി അവർക്ക് പറ്റിയ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പറ്റിയ സ്ഥലത്ത് അവർ കളിക്കുന്നുണ്ട്. വലിയ വീടും കയറ്റും ഒക്കെ ഉള്ള വലിയ മുതലാളിൻ്റെ വീട്ടിലൊരു പെണ്ണിനെ അയാൾ കൊണ്ടുവന്ന് കളിച്ചാൽ ഒരു സദാചാര വാണങ്ങളും അങ്ങോട്ട് പോകില്ല. അതേസമയം ഒരു പാവപ്പെട്ട വീട്ടിലൊരുത്തൊരു പെണ്ണിനെ ചുരിദാറൊക്കെ ഇട്ട് കൊടന്ന് വീട്ടിൽ കയറി വാതിൽ അടച്ചാൽ മതി. ഇട്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് വാതിൽ മുട്ടും. ആരാ അതിൻ്റെ ഉള്ളിൽ? ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇവിടെ അവരുടെ വീട്ടിൽ ഇവൻ്റെ റൂമിലൊരു പെണ്ണ് വന്നാൽ അവർക്ക് അവിടെ ജീവിതം വഴിമുട്ടി. അത് മലവാണങ്ങളും ജീവിക്കണ നാടാണിത്. അപ്പോൾ ആരും റിസ്ക് എടുക്കില്ല. എങ്ങനെ? പുറത്ത് കൊടുക്കില്ല. ഇൻറ്റേർണൽ പരിപാടി. ഇപ്പം അമ്മായിയമ്മ മരുമൻ, പിന്നെ ചേച്ചിയുടെ ഭർത്താവ് അനിയത്തി, അതുപോലെ നേരെ തിരിച്ചു. അതേപോലെ ചേട്ടൻ്റെ ഭാര്യ, അതേപോലെ വീട്ടിൽ തന്നെ കെട്ടിവന്ന മരുമക്കളുണ്ടല്ലോ, മരുമകനും മരുമകളും. ഇതൊക്കെ ജോയിൻ്റ് ആക്കണം കണക്ഷൻസാണ്. സാഹചര്യം അനുസരിച്ച്, വൈബ് അനുസരിച്ച് ഇവരെപ്പോൾ കയറി അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സദാചാരം വന്നുകൊണ്ട് കഴപ്പെടുത്തു പോയിട്ടില്ല. കാലിൻ്റെ ഇടയിലുള്ള സാധനത്തിന് കഴപ്പുള്ള ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. ആ നിലവിലുള്ള കഴപ്പുള്ള ആൾക്കാർ പുറത്ത് ചാടില്ല എന്നുള്ളു. ഇൻറ്റേർണൽ സെക്യൂരിറ്റിയൊക്കെ കറക്റ്റാണ്, കുഴപ്പമില്ല. ഒരാളും അറിയില്ല. ഒരു വീട്ടിലും എപ്പോൾ ആൾ വരും വരില്ലെന്ന് അവിടെ നിൽക്കണവർക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോസ്പിറ്റൽ കേസ്, മഴ പെയ്ത ദിവസം, അങ്ങോട്ട് ആ പാതിരാക്ക് ഒരു മനുഷ്യനും വരില്ല. വന്നാൽ തന്നെ എന്താ, വാതിലടച്ച് കുറ്റിയിട്ടേക്കാണ്. അവിടെ ഉള്ളിൽ ആരെങ്കിലും ഇപ്പം ആ ഹസ്ബൻഡ് വന്നാൽ തന്നെ, ഈ അമ്മായിയമ്മൻ്റെ ഹസ്ബൻഡ് കയറി വന്നാൽ തന്നെ എന്താ, മോളെ ആശുപത്രിയിലാണ്, മരുമനല്ലേ ഇവിടെ ഉള്ളത്, പുറത്തൊരാളല്ലല്ലോ. ഇവളുടെ സാമാനത്തിൽ മരുമൻ്റെ സാമാനം കുണ്ണൻ സൂട്ടബിളാണ്. പക്ഷെ അവരത് ചിന്തിക്കില്ല. സദാചാരം, കേരളത്തിൻ്റെ സംസ്കാരം. ഈ തള്ളേൻ്റെ സാമാനത്തിൽ മരുമൻ്റെ സാമാനം കറക്റ്റ് സൂട്ടാണ്. അപ്പോൾ തന്ത ശരിക്ക് പണിയെടുത്ത് കൊടുക്കില്ല, അയാൾ ഗൾഫിലും പോയി കൊടുക്കണം. തള്ള വീർപ്പ് മുട്ടി കഴിയാണ്. അങ്ങനെയുള്ള ഒരുത്തൻ ഒരു പെണ്ണ് നല്ല ഭാര്യ കളിക്കാൻ കൊടുക്കല്ല, സ്വന്തം മോള് കൊടുക്കാന്നിട്ട് മരുമൻ ഗതി കെട്ട് വാണ അടിക്കണമെന്ന് പറഞ്ഞ് സഹായിച്ച് കൊടുക്കാണ്ടിരിക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളു. മിക്ക അമ്മായിയമ്മമാരെ പുറത്ത് വാണടിച്ച മരുമക്കളൊക്കെ എനിക്കറിയാം. കുറ്റബോധം, സെക്സിൽ കുറ്റബോധം പാടില്ല. നമ്മുടെ ലൈഫ് കൊഞ്ഞാട്ടായി പോകും. സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത നിമിഷങ്ങളെ പറ്റി ഓർത്ത് നമുക്ക് എങ്ങനെ മധുരസ്മരണകളായവർക്കാം. അവരൊപ്പം കളിച്ച മഴയുള്ള രാത്രി, ഇതൊക്കെ ആലോചിച്ച് നമുക്ക് ഇതാക്കാം. ചിലപ്പോൾ ഒരു വാണമൊക്കെ അടിക്കാം, അതൊന്നും പ്രശ്നമല്ല. ഈ വാണമടിക്കുന്ന കൈകൾ കൊണ്ട് പിന്നെ ചോറ് തിന്നാൻ വെണ്ണം വേറെ വേണമെന്ന് ചോദിച്ചില്ലേ ഏതോ ഒരു കവി. വാണം ഒരു അന്താരാഷ്ട്ര വീക്കണസാ ചെറുപ്പക്കാരെ. എത്ര കളി കളിച്ചാൽ ഇടയ്ക്കൊരു വാണം അടിക്കാത്ത ആണുങ്ങളില്ല. സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം സ്വവർഗരതിയിൽ പെണ്ണുങ്ങളാണ് മുൻപിൽ, ആണുങ്ങൾ കുറവാണ്. സ്ത്രീകൾക്കാണ് ചാൻസ് കൂടുതൽ. സ്വയംഭോഗം ആണും പെണ്ണും ഈക്വല.
ചില അനിതാമണി ഡോക്ടറൊക്കെ പറയും പെണ്ണുങ്ങൾ നിശ്ചല അതൊന്നും ചെയ്യല്ല. ഇവർക്ക് ഈ ശതമാന കണക്ക് എവിടെ നിന്നാണ് കിട്ടണത്? വാണം അടിക്കണ പെണ്ണുങ്ങളൊക്കെ ഇവരിങ്ങനെ സർവേ ചെയ്യുമ്പോൾ നിങ്ങൾ സംഭവം ചെയ്യണ്ട. ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും കൂടി വാണം അടിച്ചിട്ട് വന്ന പെണ്ണായിരിക്കും, പറയൂല. അപ്പോൾ ശതമാന കണക്കൊന്നും കിട്ടില്ല. അതൊക്കെ ഇൻഡിവിജ്വലാണ്, ഓരോ വ്യക്തികളുടെ പ്രൈവസിയാണ്. അപ്പോൾ കുറ്റബോധം വേണ്ട, ചാൻസ് കിട്ടിയാൽ ചൂസ് വെൽ. നമസ്കാരം.